നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെതിരെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് PV അൻവർ MLA ഓരോ കാര്യങ്ങൾ പറയുകയാണ്. PV അൻവർ എന്ന് പറയുന്ന MLA അദ്ദേഹം ഭരണ സർക്കാരിന്റെ കീഴിലുള്ള MLA ആണ്. ഭരണ സർക്കാരിന്റെ കീഴിലുള്ള വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. ഈ ഒരു ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ദിനം പ്രതി PV അൻവർ MLA തുറന്നു പറയുന്നത്. മലപ്പുറം ജില്ലയിലെ മുൻ SP ആയിട്ടുള്ള സുജിത് ദാസുമായിട്ടുള്ള സംഭാഷണത്തിലെ ADGP ആയിട്ടുള്ള MR അജിത് കുമാറിനെ കുറിച്ചും ഈ സുജിത് ദാസ് എന്ന് പറയുന്ന SP യെ കുറിച്ചുമുള്ള നിരവധി ചർച്ചകളിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് PV അൻവർ MLA ഉന്നയിക്കുന്നത്. ഇതിനോടകം തന്നെ MR അജിത് കുമാർ എന്ന് പറയുന്ന ADGPക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി മുന്നോട്ട് വന്നു. വളരെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഇന്ന് മാധ്യമങ്ങൾ ADGP MR അജിത് കുമാറിനോട് വിശദീകരണം തേടി. PV അൻവർ MLA പറഞ്ഞിരിക്കുന്ന വിമർശനങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിന് വിശദീകരണം തേടിക്കൊണ്ട് ചെന്നപ്പോൾ MR അജിത് കുമാർ അതിന് വിശദീകരണം കൊടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാണ്. നിങ്ങൾക്ക് അതൊന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ആ വീഡിയോയിലേക്ക് പോവാം. സാറേ, ആ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. താങ്കൾ വീട് പണിയുന്നു എന്നതടക്കമുള്ള കൊട്ടാരം പണിയുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇന്നും ഉന്നയിക്കുന്നത്. ഇന്നലെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു. ശരി, വേറെന്താണ്? മുഖ്യമന്ത്രിയുമായിട്ട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു? അദ്ദേഹം പേഴ്സണലി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേറെന്താണ്? അന്വേഷണം കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി DGPക്ക് അന്വേഷണം കഴിഞ്ഞു. PV അൻവറിന്റെ ആരോപണങ്ങളിൽ എന്താണെന്ന് പറയാം. താങ്കൾക്ക് കൊലപാതകങ്ങളിലടക്കം പങ്കുണ്ടെന്നാണോ? കള്ളക്കടത്ത്, കൊലപാതകം, സ്വർണ്ണ കുട്ടികൾ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഗൗരവതരത്തിലുള്ള ആരോപണങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. കണ്ടല്ലോ, ഇത് MR അജിത് കുമാർ ആദ്യമായിട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. മാധ്യമങ്ങൾ നിരവധി കാര്യങ്ങൾ PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്ന നിരവധി കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം എല്ലാ മാധ്യമങ്ങളുടെയും ഓരോരുത്തർ പറയുന്നതിന് ഉത്തരമല്ല കൊടുക്കുന്നത്. പുള്ളിക്ക് കാര്യങ്ങൾ അറിയാം. 23 വർഷമായിട്ട് കേരളത്തിലെ പോലീസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ADGP MR അജിത് കുമാർ. അതുകൊണ്ട് ഇവിടുത്തെ പഞ്ചും ഇവിടുത്തെ മാധ്യമ ശക്തിയും എല്ലാം അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പുള്ളി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഓരോരുത്തരോട് എന്തൊക്കെയാണ് ഇനി എന്താണ്, വേറെ എന്താണ്, അടുത്ത എന്താണ്, എല്ലാം കൂടി കേട്ടിട്ട് ഒന്നിനായിട്ട് മറുപടി കൊടുക്കുന്നില്ല. എല്ലാം കൂടി കേട്ടിട്ട് മുഖ്യമന്ത്രിയോട് ഞാൻ കത്തയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ DGPയോട് ഞാൻ കത്തയച്ചിട്ടുണ്ട്. എനിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് അന്വേഷണം വേണം എന്ന് കത്തയച്ചിട്ടുണ്ട് എന്നുള്ള ഒറ്റ വാക്കിൽ പുള്ളി നിർത്തിയിട്ട് ശരി, ഓക്കെ, ബൈ ടാറ്റ, പുള്ളി പോവുകയാണ്. ആ ഒരു ഒറ്റ പ്രതികരണം മതി ഈ ADGP എന്ന് പറയുന്ന വ്യക്തി കേരളത്തില് PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്ന പരാമർശങ്ങൾ അതെല്ലാം സത്യമാണ് എന്ന് തെളിയിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതിന് കടുത്തതായിട്ടുള്ള ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് കൊടുക്കണം. കാരണം സമൂഹം ഒട്ടാകെ ഒരു ക്രമസമാധാന അന്തരീക്ഷത്തിന്റെ ഒരു ചുമതലയാണ് ഈ ADGPക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഇതുപോലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ ഇങ്ങനെയല്ല ഒരു പ്രതികരണം കൊടുക്കേണ്ടത്. നമ്മുടെ സമൂഹം ഒട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു സബ്ജക്റ്റിന് ഇങ്ങനെയല്ല പ്രതികരണം കൊടുക്കേണ്ടത്. ഒരു യുവാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസുണ്ട്, കസ്റ്റഡി മരണത്തിന്റെ കേസുണ്ട്, നിരവധി വിലപ്പെട്ട മരങ്ങൾ മുറിച്ചു മാറ്റിയതിന്റെ കേസുണ്ട്, നിരവധി കേസുകളുള്ള ഒരു സംസ്ഥാനത്തുള്ള പ്രശ്നങ്ങളെ ആഭ്യന്തര വകുപ്പിൽ അലയടിച്ചു പോകുമ്പോൾ ഇതിന് വിശദീകരണമായിട്ട് കൊടുക്കുന്നത് എനിക്കെതിരെ കേസ് അന്വേഷണത്തിന് ഞാൻ കത്തയച്ചിട്ടുണ്ടെന്നാണ്. ഒന്നാലോചിച്ച് നോക്കുക, ഇതിന് തൊട്ട് മുകളിലിരിക്കുന്ന DGP ആണ്. കേരളത്തിൽ DGPയുടെ പേര് പോലും ഇല്ല. ADGP ആണ് ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ SP-യുടെ സുജിത് ദാസിന്റെ സംഭാഷണത്തിൽ കേൾക്കാൻ നോക്കും. DGP ഒന്നും ആർക്കും മുഖവിലേക്ക് എടുക്കുന്നില്ല. ADGP ആയിട്ടുള്ള അജിത് കുമാറിനെയാണ് എല്ലാവർക്കും പേടിയെന്നാണ് ഈ സുജിത് ദാസ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് കൊല്ലാനും മടിയില്ല എന്നുള്ളതാണ് ഈ പറയുന്ന SP പറഞ്ഞിട്ടുള്ളത്. അപ്പം MR അജിത് കുമാറിന് പറയുന്നത് എനിക്ക് എതിരെ അന്വേഷണത്തിനായിട്ട് ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ലാഘവത്തോടു കൂടിയാണ് പുള്ളി കാണുന്നത്. കാരണം
എന്താണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ DGPക്ക് മുകളിലുള്ളത് പിന്നെ ഉള്ളത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹം എന്താണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഈ പറയുന്ന ADGP MR അജിത് കുമാറുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സുഹൃത്ത് ബന്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി ഉള്ളത്. ADGP, DGP, പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പൊ അങ്ങനെയാണ് ആ ഒരു തലം കിടക്കുന്നത്, പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ തലം കിടക്കുന്നത്. അപ്പോൾ ഇപ്പറഞ്ഞ MR അജിത് കുമാറും ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ശശിയും ഇവരൊക്കെ ഈ കാര്യങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള PV അന്വറിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം പ്രതികളാണ് എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അതിന്റെ ഒരു സാരമായിട്ടുള്ള ഒരു പുള്ളിക്കറിയാം, പുള്ളിക്കൊന്നും പറ്റില്ല, അങ്ങേയറ്റം എന്നെ മാറ്റിയിട്ട് വേറൊരു ADGP ഇരുത്തും എന്നുള്ള ഒരു ലാഘവത്തോടു കൂടി തന്നെയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തിനെ മാറ്റിയ ഉടനെ ഈ കേസ് അങ്ങ് ഒരു തണുത്ത മട്ടിലെ ആകുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തിനെതിരെ കടുത്ത നടപടികളും കടുത്ത രീതിയിലുള്ള അന്വേഷണവും വരണം എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ ജനങ്ങളുടെ ഒരു ആവശ്യം. അപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം പുള്ളി മണിമാളിക പോലത്തെ വീട് വെക്കാനായിട്ട് ഒരുങ്ങുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സാലറിയും അതുപോലെ തന്നെ ഈ പറയുന്ന മണിമാളിക പോലത്തെ വീട് വെക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കണക്ക് നോക്കുവാണെങ്കിൽ രാപ്പകൽ വ്യത്യാസത്തിലാണ് കിടക്കുന്നത്. ആ ഒരു പണം എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഒരു 1.5 വർഷം പിന്നോട്ട് സഞ്ചരിച്ച് മറുനാടൻ മലയാളിയുടെ കേസെടുക്കുമ്പോൾ മറുനാടൻ മലയാളി 2 കോടി രൂപ ഓഫർ വെച്ച് മറുനാടൻ മലയാളിയെ പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റിൽമെന്റ് നടന്നതായിട്ട് ADGP MR അജിത് കുമാർ നടത്തിയതായിട്ടുള്ള വ്യക്തത വരും. ആ പണം കൊണ്ടായിരിക്കും ഈ മണിമാളിക വെച്ചിരിക്കുന്നതും. അങ്ങനെ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ആഭ്യന്തര വകുപ്പിലെ ADGP ആയിട്ടുള്ള MR അജിത് കുമാറിന് ഉള്ളത്. അപ്പോൾ കടുത്ത നടപടികൾ ഇദ്ദേഹത്തിനെതിരെ വരണം. നിയമം ഉന്നത ഉദ്യോഗസ്ഥർക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെക്കാതെ സാധാരണക്കാരനായിട്ടുള്ള ഒരു പൗരന് കൊടുക്കുന്ന രീതിയിലുള്ള എല്ലാ ശിക്ഷയും ഇദ്ദേഹത്തിനും കിട്ടണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.